Excretory products and their elimination. ഈ ചാപ്റ്ററിലെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. Question number 1. How the counter current mechanism helps to maintain the concentration gradient in medullary interstitium. Counter current mechanism ബോഡിയിലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ഓൺ എ ഹോട്ട് ഡേ വുഡ് യു expect your level of ADH in blood to be high or low? ഹോട്ട് ഡേയിൽ ADH ൻ്റെ ലെവൽ ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കുമോ അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആൻസർ. കൗണ്ടർ കറന്റ് മെക്കാനിസം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ബൈ ഈസി പാസേജ് ഓഫ് വാട്ടർ. Sodium chloride and urea is transported along the counter current. It is formed by the vasa recta and Henle's loop, thereby increasing the concentration gradient. ഈസി പാസേജ് ഓഫ് വാട്ടറിനാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ്, സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ് കൗണ്ടർ കറണ്ടിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കൗണ്ടർ കറന്റ് മെക്കാനിസം എന്നുള്ള മെക്കാനിസം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് യു ട്യൂബ്സ് കൊണ്ടാണ്. ആ ട്യൂബിൻ്റെ പേരാണ് ഒന്ന് വാസ റെക്റ്റ, രണ്ട് ഹെൻലീസ് ലൂപ്പ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഫ്ലൂയിഡ്സ് ആണ് വാസ റെക്റ്റയിലും ഹെൻലീസ് ലൂപ്പിലും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടറും നടക്കുന്നത്. ഇങ്ങനെയാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഹോട്ട് ഡേയിൽ എന്താണ് സംഭവിക്കുന്നത്? ഹോട്ട് ഡേയിൽ വാട്ടർ ഈസ് ഇവാപ്പറേറ്റഡ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്നും ഹോട്ട് ആയതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ സ്വെറ്റ് വഴി ഇവാപ്പറേറ്റ് ചെയ്ത് പോകും ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. ദ എക്സസീവ് ഫ്ലൂയിഡ് ഫ്രം ദ ബോഡി can activate hypothalamus to secrete ADH more. അതായത് ബോഡിയിൽ നിന്ന് എക്സസീവ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് അത് ഹൈപ്പോതലാമസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ADHനെ കൂടുതൽ സെക്രേറ്റ് ചെയ്യും. അതായത് ഹോട്ട് ഡേയിൽ എപ്പോഴും ADHൻ്റെ സെക്രീഷൻ കൂടുതലായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. In a biology class related to excretion in the human body, a student gave an opinion that in every minute about 2% of total blood volume is converted into GFR, whereas only 1% of GFR is eliminated as urine. Evaluate this statement and substantiate your answer. ഒരു കുട്ടിയുടെ ഒപ്പീനിയനാണ്. ഏകദേശം ബ്ലഡ് വോള്യത്തിൻ്റെ 2% എവറി മിനിറ്റിലും GFR ആയിട്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 1% മാത്രമേ യൂറിനായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ആൻസർ എന്നാണ് ചോദ്യം. ഇൻ ഹ്യൂമൻ ബോഡി 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ദ റീനൽ ട്യൂബ്യൂൾസ്. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും 99% റീനൽ ട്യൂബ്യൂൾസ് അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. അതിൽ ദ സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം എക്സെട്ര ഇൻ ദ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ആക്റ്റീവ്ലി. ആക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസും അമിനോ ആസിഡും സോഡിയം അയോൺസും ആണ്. ആൻഡ് നൈട്രോജനസ് വേസ്റ്റ് ആർ അബ്സോർബ്ഡ് ബൈ പാസീവ് ട്രാൻസ്പോർട്ട്. നൈട്രോജനസ് വേസ്റ്റ് പാസീവ് ട്രാൻസ്പോർട്ട് വഴി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കി GFR 1% മാത്രമായിട്ട് മാറാനുള്ള റീസൺ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒബ്സർവ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഷോയിങ് ദ മെക്കാനിസം ഫോർ റെഗുലേറ്റിംഗ് ബ്ലഡ് വോള്യം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിവർ എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻജിയോടെൻസിനോജൻ, JGA കിഡ്നി കോർട്ടെക്സ്, റീനൽ വെയിന്, A എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻജിയോടെൻസിനോജനിന് ആൻജിയോടെൻസിൻ 1 ആവുന്നുണ്ട്, പിന്നെ അത് ആൻജിയോടെൻസിൻ 2 ആവുന്നുണ്ട്. ആൻജിയോടെൻസിൻ 2 ഈസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് എൽഡോസ്റ്റിറോൺ. അപ്പോൾ ഇതൊരു ബ്ലഡ് വെസലാണ്. ആ ബ്ലഡ് വെസലിലേക്കാണ് നമ്മുടെ ഹോർമോൺസിനെ സെക്രേറ്റ് ചെയ്യുന്നത്. 3 ഭാഗങ്ങളിൽ നിന്നാണ് സെക്രീഷൻസ് വരുന്നത്. അപ്പോൾ JGAയിൽ നിന്നും വരുന്ന ഹോർമോണിൻ്റെ പേരെന്താന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഫിൽ ദ ഗ്യാപ്പാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇല്ലസ്ട്രേറ്റ് ഹൗ ബ്ലഡ് വോള്യൂം ഈസ് റെഗുലേറ്റഡ് ബൈ ദിസ് സിസ്റ്റം. എങ്ങനെയാണ് ഇതിലൂടെ ഈ ഒരു സിസ്റ്റത്തിലൂടെ കൂടിയിട്ട് ബ്ലഡ് വോള്യത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? അപ്പം റീനൽ വെയിനിൽ വരുന്ന ഹോർമോണിൻ്റെ പേരാണ് റെനിൻ. RENIN എന്നുള്ള റെനിനാണ് ഇവിടെ വരുന്നത്. 2. എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ ഒരു ചാർട്ട് നമുക്ക് മനസ്സിൽ കാണാതെ അറിഞ്ഞിരിക്കണം.
ഒന്നാമത്തത് ഫസ്റ്റ് പ്രോസസ്, വെൻ ദ ബ്ലഡ് വോളിയം ഇൻക്രീസ് ഓർ ബ്ലഡ് പ്രഷർ ഡിക്രീസസ്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുമല്ലോ. ബ്ലഡിലെ വോളിയം കൂടുന്ന സമയത്ത് ബ്ലഡിലെ പ്രഷർ കുറയും. അതേസമയം ജി സെൽസ്, ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്, റിലീസ് റെനിൻ വിച്ച് കൺവേർട്സ് ആൻജിയോടെൻസിനോജൻ ഇൻടു ആൻജിയോടെൻസിൻ. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ജിയിൽ നിന്ന് വരുന്ന ഹോർമോണിൻ്റെ പേര് എ എന്നുള്ളത് റെനിൻ ആണ്. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കിയിട്ട് മാറ്റും. ഇറ്റ് ഡിക്രീസസ് ദ ബ്ലഡ് വോളിയം ആൻഡ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഈ ആൻജിയോടെൻസിന് ബ്ലഡ് വോളിയത്തെ ഡിക്രീസ് ചെയ്ത് ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യും. അതേസമയം ആൻജിയോടെൻസിൻ 1 2 ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആൻജിയോടെൻസിൻ 2 ആക്ടിവേറ്റ്സ് അഡ്രിനൽ കോർട്ടക്സ് ടു പ്രൊഡ്യൂസ് അൽഡോസ്റ്റിറോൺ. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും അൽഡോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അൽഡോസ്റ്റിറോൺ causes reabsorption of sodium and water, which in turn decrease the blood volume and increase the blood pressure. സോഡിയത്തെയും വാട്ടറിനെയും റീഅബ്സോർബ് ചെയ്യുമ്പോൾ ബ്ലഡിലെ വോള്യം കുറയും, അതേസമയം പ്രഷർ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴിയാണ് ബ്ലഡിൻ്റെ വോള്യത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹോർമോൺസിന് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ആദ്യം ആക്റ്റീവ് ആവുന്നത് റെനിൻ ആണ്, പിന്നെ വരുന്നത് ആൻജിയോടെൻസിനോജൻ ആണ്. ഈ ആൻജിയോടെൻസിനോജനാണ് ആൻജിയോടെൻസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻജിയോടെൻസിൻ 2 ആൻഡ് ദെൻ ആൻജിയോടെൻസിൻ 2 കൺവേർട്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസസ് അൽഡോസ്റ്റിറോൺ. അൽഡോസ്റ്റിറോൺ ആണ് ഈ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയവും വാട്ടറും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. The output of urine increase in cold days while decreased in hot and sunny days. Can you give the reason for this phenomenon as realized from the graph given below? താഴെ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും ഹോട്ടിൻ്റെയും സണ്ണി ഡേയ്സിലും ഡിഫറൻസ് ADHൻ്റെ ലെവലിൽ പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 20 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്, 40 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇവിടെ 35 ഡിഗ്രിയിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ADH ലെവലിൻ്റെ. 20 ഡിഗ്രിയിൽ കുറവാണ്, 30 ഡിഗ്രിയിൽ അതിലും കുറവാണ്. ഇത് ടെമ്പറേച്ചറാണ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ADHൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാം, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ADHൻ്റെ ലെവൽ കുറയാണ്. ഇൻ കോൾഡ് ഡേയ്സ് ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഈസ് മോർ ബിക്കോസ് ദർ ഈസ് ലെസ് ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. ദ ADH ലെവൽ ഈസ് ലോ ഇൻ കോൾഡ് ഡേയ്സ്. കോൾഡ് ഡേയ്സിൽ നമുക്ക് അല്ലാതെ തന്നെ യൂറിൻ വഴിയാണ് കൂടുതലായിട്ട് നമുക്ക് വാട്ടർ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, കാരണം ഇവാപറേഷൻ കുറവായിരിക്കും. അതേസമയം ബ്ലഡിലെ ബോഡി ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് ADHൻ്റെ ലെവലും കുറവായിരിക്കും. പക്ഷേ ഹോട്ട് ഡേയ്സിൽ ഇവാപറേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ട് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്ലൂയിഡ് വോളിയം കോസസ് പ്രൊഡക്ഷൻ ഓഫ് ADH, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നീസ്. ADHൻ്റെ പ്രൊഡക്ഷൻ കൂടും, അതേപോലെ തന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നീസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊരു കണക്ഷനായിട്ടാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഹോട്ട് ഡേയ്സിൽ ADHൻ്റെ ലെവൽ കൂടും, റീഅബ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. കോൾഡ് ഡേയ്സിൽ ഇവാപറേഷൻ കുറയും, അതേപോലെ ADHൻ്റെ ലെവൽ കുറവായിരിക്കും. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ പാർട്ട് ലാബിൾഡ് ആസ് എക്സ് വൈ. എക്സും വൈയും എന്താണെന്നാണ് ചോദ്യം. വിച്ച് പാർട്ട് ഓർ പാർട്സ് ഓഫ് എ നെഫ്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് മൽപീജിയൻ ബോഡി. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഏത് രണ്ട് ഭാഗങ്ങൾ കൂടിയാലാണ് മൽപീജിയൻ ബോഡി ഉണ്ടാവുന്നതെന്നാണ്. എക്സ് എന്നുള്ളത് ബൊമാൻസ് ക്യാപ്സ്യൂളാണ് ആൻഡ് വൈ ഈസ് കളക്റ്റിംഗ് ഡക്റ്റ്. എക്സും വൈയും നമ്മൾ പറഞ്ഞു. ഇനി മൽപീജിയൻ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് എക്സും സെഡും കൊണ്ടാണ്. എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൊമാൻസ് ക്യാപ്സ്യൂളാണ്. സെഡ് എന്നുള്ളത് ഗ്ലോമറുലസ് ആണ്. അപ്പോൾ മൽപീജിയൻ ബോഡി കൺസിസ്റ്റ് ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമറുലസ്. നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് ദ ഫിഗർ. ഈ ഫിഗറിൻ്റെ പേരെന്താണ്? ഫിഗറിൻ്റെ പേര് മൽപീജിയൻ ബോഡി. നെയിം ദ ലാബൽഡ് പാർട്ട് എ ആൻഡ് ബി. എ ഏതാണ്, ബി ഏതാണ്? എ എന്നുള്ളത് ഗ്ലോമറുലസ് ആണ്, ബി എന്നുള്ളത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ്. വിച്ച് ഇസ് ദ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അൾട്രാഫിൽട്രേറ്റ്. ഇവിടെ അൾട്രാഫിൽട്രേറ്റ് ഉണ്ടാവുന്ന സ്ഥലം എവിടെയാണ്? മൽപീജിയൻ ബോഡിയിലാണ് അൾട്രാഫിൽട്രേഷൻ നടക്കുന്നത്. അതായത് ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടെ കൂടിച്ചേർന്ന ഭാഗമാണ് മൽപീജിയൻ ബോഡി. അവിടെ വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? അൾട്രാഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്.
Question number 7. Terrestrial animals are either ureotelic or uricotelic, not ammonotelic. Evaluate the statement. Terrestrial animals ഒരിക്കലും യൂറിയോടെലിക്കോ യൂറിക്കോടെലിക്കോ ടെറസ്ട്രിയൽ ആനിമൽസ് യൂറിയോടെലിക്കോ യൂറിക്കോടെലിക്കോ ആയിരിക്കും, പക്ഷെ എന്താവില്ല, എമോണോടെലിക് ആവില്ല. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അമോണോടെലിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ദേ എക്സ്ക്രീറ്റ് നൈട്രോജനസ് വേസ്റ്റ് ആസ് അമോണിയ. അത് വിച്ച് ഇസ് റെഡിലി സോളിബിൾ ആൻഡ് ഇസ് എക്സ്ക്രീറ്റഡ് ബൈ ഡിഫ്യൂഷൻ അക്രോസ് ദ ബോഡി സർഫസസ് ഓർ ത്രൂ ഗിൽ സർഫസസ്. ഈ അമോണിയ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ബോഡി റിമൂവ് ചെയ്യും. അത് വാട്ടറിൽ സോളിബിൾ ആണ്, ഡിഫ്യൂഷൻ വഴിയാണ് അതിനെ ബോഡി പുറത്തേക്ക് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ഗിൽ സർഫസ് വഴിയാണ് പോകുന്നത്. അമോണിയയുടെ എക്സ്ക്രീഷന് വാട്ടർ ധാരാളമായിട്ട് കാണണം. അതുകൊണ്ട് അത് അക്വാറ്റിക് ആനിമൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നേരെ മറിച്ച് ടെറസ്ട്രിയൽ ആനിമൽസിലെ വാട്ടർ എമൗണ്ട് വളരെ കുറവായതുകൊണ്ട് എമോണോടെലിക് എന്നുള്ള നൈട്രോജനസ് വേസ്റ്റും എക്സ്ക്രീഷൻ എല്ലാം നടക്കുക യൂറിയോടെലിക്കോ അല്ലെങ്കിൽ യൂറിക്കോടെലിക്കോ ആയിരിക്കും. യൂറിയോടെലിക് ആണെങ്കിലും യൂറിക്കോടെലിക് ആണെങ്കിലും വാട്ടറിൻ്റെ എമൗണ്ട് വളരെ കുറച്ച് മതി. മാത്രമല്ല അത് ലെസ് പോയ്സണസും കൂടെയാണ്. Question number 8. The functioning of human kidney is efficiently monitored and regulated by the hormonal action of hypothalamus, pituitary, JGA and to a certain extent by heart. Do you agree with this statement? നമ്മുടെ ബോഡിയിലെ കിഡ്നിയുടെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും JGAയും ഹാർട്ടും ഉണ്ട്. ശരിയാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. യെസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് എ സ്യൂട്ടബിൾ റീസൺ. അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതുന്ന സമയത്ത് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പിറ്റ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, JGAൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നാലും എഴുതിയിരിക്കണം. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് ADH ഈസ് സെക്രീറ്റഡ് ബൈ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ടു റെഗുലേറ്റ് ദ ബ്ലഡ് വോളിയം. ഹൈപ്പോതലാമസിൽ നിന്നാണ് ADHനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അവിടെ നിന്നാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ADH ആണ് ബ്ലഡ് വോളിയത്തെയും ബ്ലഡ് പ്രഷറിനെയും റെഗുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ബൈ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നീസ്. കിഡ്നിയിൽ നിന്നും വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തുകൊണ്ട്. അതേപോലെ രണ്ടാമത്തെ പാർട്ടാണ് JGA, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇറ്റ് സെക്രീറ്റ്സ് റെനിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്, വിച്ച് കൺവേർട്സ് ആൻജിയോടെൻസിനോജൻ ഇൻ ടു ആൻജിയോടെൻസിൻ 1. ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. പിന്നെ അതെന്താക്കും? ആൻജിയോടെൻസിൻ 2. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം ഇവിടെ വോള്യം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആളാണ് ഹാർട്ട്. ഹാർട്ട് റിലീസസ് ANF മീൻസ് ആട്രിയോ നാട്രിയൂററ്റിക് ഫാക്ടർ വിച്ച് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇവിടെയെല്ലാം ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഹാർട്ടിൽ നിന്നുള്ള ANF എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ആണ് ബ്ലഡ് പ്രഷറിനെ ഡിക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. പ്രിപ്പയർ 2 മാച്ചിങ് pairs from the given list of animals and excretory organs. താഴെ തന്നിരിക്കുന്ന ഒരു കോളത്തിൽ നിന്നും ആനിമൽസിൻ്റെയും എക്സ്ക്രീറ്ററി ഓർഗൻസിൻ്റെയും 2 മാച്ചിങ് പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോണ്, കോക്രോച്ച്, എർത്ത് വോംന്നും നെഫ്രീഡിയ, ആൻറ്റിനൽ ഗ്ലാൻഡ്, ഫ്ലെയിം സെൽ, കിഡ്നീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ എന്താണ് വരുന്നത്. അപ്പോൾ പ്രോണ്, ആൻറ്റിനൽ ഗ്ലാൻഡ് എന്നാണ് ആൻസർ വരിക. എർത്ത് വോം, നെഫ്രീഡിയ. അപ്പോൾ 2 പെയറായിട്ട് നമുക്കിവിടെ കിട്ടി, ആനിമൽസും അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസും. ക്വസ്റ്റ്യൻ നമ്പർ 10. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് ദ മൽപീജിയൻ ബോഡി. മൽപീജിയൻ ബോഡിയുടെ വേറൊരു പേരാണ് റീനൽ കോർപ്പസൽസ്. ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഐഡൻറ്റിഫൈ ദ പാർട്സ് A ആൻഡ് B. എയും ബിയും ഏതാണെന്ന് കണ്ടുപിടിക്കാനും. സ്പെസിഫൈ ദ ഫങ്ഷൻസ് ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇൻ യൂറിൻ ഫോർമേഷൻ. ഇതിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഫങ്ഷൻ എന്താണ് യൂറിൻ ഫോർമേഷനിൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ A എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം A എന്തായിരിക്കും? എഫറൻറ്റ് ആർട്ടീരിയോൾ ആയിരിക്കും. ഇനി B എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബൊമാൻസ് ക്യാപ്സ്യൂൾ, കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇനി എന്താണ് PCTയുടെ ഫങ്ഷൻ? ഫങ്ഷൻസ് ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. 70 to 80% of the water and electrolytes are reabsorbed in the PCT. PCTയിൽ നിന്നാണ് ബോഡിയിലെ റീഅബ്സോർപ്ഷൻ്റെ 70 മുതൽ 80% നടക്കുന്നത്.
ആൻഡ് ദിസ് മെയിൻറ്റെയിൻ ദ പി എച്ച് ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. പി എച്ചിനെയും അയോണിക് ബാലൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ഈ പി സി ടിയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. The functioning of the kidney is efficiently monitored and regulated by the heart to certain extent. Do you agree with this statement? ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നീനെ റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. ശരിയാണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. ഹാർട്ട് റിലീസസ് ANF വിച്ച് കോസസ് വാസോഡൈലേഷൻ ആൻഡ് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഹാർട്ടിൽ നിന്നും റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ANF, ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. അതാണ് വാസോഡൈലേഷൻ, ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ബ്ലഡിൻ്റെ വോള്യൂം കൂടും, അതേസമയം പ്രഷർ ഡിക്രീസ്ഡ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ 2. അമോണോടെലിക്. ഫിഷ് അമോണോടെലിക് ആണ്. ഫിഷ് എക്വാറ്റിക് ആണല്ലോ, അപ്പോൾ അതിൽ വരുന്നത് അമോണോടെലിക് ആണ്. കോക്രോച്ച് അപ്പോൾ എന്തായിരിക്കും? ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിൽ എപ്പോഴും യൂറിക്കോടെലിക് ആയിരിക്കും വരിക. Question number 13. Write the significance of reabsorption in urine formation. Urine ഫോർമേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? യൂറിൻ ഫോർമേഷനിൽ വരുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് reabsorption. Of the following substances, which one is reabsorbed by active transport? ഇതിൽ ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി reabsorb ചെയ്യുന്നത്? ആദ്യം നമുക്ക് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. 99% of the filtrate is reabsorbed by kidneys. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാണ് ഇവിടെ ഫിൽട്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്യൂബുലാർ ഫസ്റ്റത്തെ പ്രോസസ്സായ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തിയിരിക്കുന്ന ഫിൽട്രേറ്റ്, അതിനെ റീഅബ്സോർബ് ചെയ്യുന്നത് ഏകദേശം 99%ഉം കിഡ്നിയിലൂടെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ സെൽസ് ആർ കൺസേർവ്ഡ്. നമ്മളെ ബോഡിയിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ. ആൻഡ് റിലീസസ് ദ നൈട്രോജനസ് വേസ്റ്റ് വിത്ത് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ. എത്രത്തോളം കുറച്ച് വാട്ടറിനെ ചേർത്തിട്ട് നൈട്രോജനസ് വേസ്റ്റിനെ കൂടുതലാക്കിക്കൊണ്ട് എക്സ്ക്രീഷൻ നടക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനും ട്യൂബുലാർ റീഅബ്സോർപ്ഷനായിട്ട് ഈ കിഡ്നിയിലെ നെഫ്രോണിൽ വെച്ചിട്ട് നടക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഗ്ലൂക്കോസ് മാത്രമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. Expand GFR. എന്താണ് GFR? Even though GFR in a healthy person is 180 liters per day, the amount of urine released per day is only about 1.5 liters. Give a reason. ഇത് നേരത്തെ ചോദിച്ചതാണ്. 180 ലിറ്റർ GFR ഉണ്ടെങ്കിലും 1.5 ലിറ്റർ മാത്രമേ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? അതെന്താണ് GFR? GFR is glomerular filtration rate. 99% of the filtrate is absorbed through or reabsorbed through kidneys. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ 99% റീഅബ്സോർബ് ചെയ്യണം. യൂറിൻ ഈസ് സെക്രീറ്റഡ് ആസ് ഹൈ കോൺസെൻട്രേറ്റഡ് നൈട്രോജനസ് വേസ്റ്റ് വിത്ത് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ. Reabsorption provides conservation of water through which the substances like glucose, amino acids, sodium are absorbed actively. Reabsorption എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം വാട്ടറിനെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ബോഡിയിലുള്ള നൈട്രോജനസ് വേസ്റ്റിനെ വളരെ കുറച്ച് വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാം. അപ്പോൾ അതുവഴി ബോഡിയിൽ നിന്നും ബ്ലഡിൽ നിന്നും അരിച്ചെടുക്കപ്പെട്ട ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും സോഡിയത്തിനെയും എല്ലാം വീണ്ടും ബ്ലഡിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദ എമൗണ്ട് ഓഫ് യൂറിൻ ഫോംഡ് ഈസ് ഫാർ ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ്. അതുകൊണ്ടാണ് 180 ലിറ്റേഴ്സ് ഓഫ് ഫിൽട്രേറ്റ് ഉണ്ടായിട്ട് കൂടെ ആകെ കൂടെ വരുന്നത് 1.5 ലിറ്റേഴ്സ് യൂറിൻ മാത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. സം കണ്ടീഷൻസ് ആർ റിലേറ്റഡ് ടു കിഡ്നി ഡിസീസസ്. ഇവിടെ കുറച്ച് ഡിസീസസിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, മാൽ ഫങ്ഷൻ ഓഫ് ദ കിഡ്നി. നെയിം ദ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ ഉള്ളത് ഏതിലായിരിക്കും? ഇൻ യുവർ ഒപ്പീനിയൻ സജസ്റ്റ് ദ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ കിഡ്നി ഫെയിലിയർ ആൻഡ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ വന്നാൽ നമ്മൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കാം? അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, അതായത് പിന്നെ കിഡ്നി നമുക്ക് ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുന്ന സമയത്ത് എന്താണ് അതിനുള്ള മാർഗം? അപ്പോൾ കണ്ടീഷൻ്റെ പേര് യൂറിയ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്താൽ യുറീമിയ എന്നാണ് പറയുക. ഇനി കിഡ്നി ഫെയിലിയർ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹീമോ ഡയാലിസിസ് ആണ്.
അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് മാർഗമുള്ളൂ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മീൻസ് കിഡ്നി മാറ്റിവെക്കാം. Question number 16. Classify the following animals on the basis of the mode of nitrogenous waste excretion in the table given below. താഴെ കുറച്ച് ആനിമൽസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോളവും കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അമോണോടെല്ലിക്, യൂറിയോടെല്ലിക്, യൂറിക്കോടെല്ലിക് എന്നുള്ള കോളത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. അമോണോടെല്ലിക് അക്വാറ്റിക് ആംഫിബിയൻസും ബോണി ഫിഷസും ആണ്. യൂറിയോടെല്ലിക്കിൽ മാമൽസും ടെറസ്ട്രിയൽ ആംഫിബിയൻസും ആണ്. യൂറിക്കോടെല്ലിക്കിൽ ബേർഡ്സും റെപ്റ്റൈൽസും ആണ്. Question number 17. Find out the suitable term for the disorders stated. Accumulation of urea. Urea accumulate ചെയ്താൽ uremia. Insoluble mass of crystallized salts in the kidney. Salt crystallized ആയിട്ടുള്ള ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ renal calculi. Surgical method for the correction of renal failure. സർജിക്കൽ അതായത് സർജറി ഉപയോഗിച്ചിട്ട് നമ്മൾ റീനൽ ഫെയിലിയേഴ്സിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നീസ്. കിഡ്നിയിലെ ഗ്ലോമറുലസിന് വരുന്ന ഇൻഫ്ലമേഷൻ ഗ്ലോമറുലൈറ്റിസ്. ഓക്കെ, താങ്ക് യു.